കോതമംഗലം താലൂക്കിൽ LDFന് ആശ്വാസത്തുരുത്തായി പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഭരണം ലഭിച്ചു. നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ LDFന് ലഭിച്ചു. KP ജെയിംസ് ആണ് പ്രസിഡന്റ്, ലൂസി സന്തോഷ് വൈസ് പ്രസിഡന്റുമായി. താലൂക്കിൽ LDF ഭരണം നേടുന്ന ഏക പഞ്ചായത്താണ് പോത്താനിക്കാട്. പോത്താനിക്കാട് പഞ്ചായത്തിൽ LDFനും UDFനും ഭരണം നേടാനാകുമെന്ന അവസ്ഥയിലായിരുന്നു. ഒടുവിൽ ഭാഗ്യം കടാക്ഷിച്ചത് LDFനെയാണ്. നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായി KP ജെയിംസും വൈസ് പ്രസിഡന്റായി ലൂസി സന്തോഷും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ 7 അംഗങ്ങളാണ് LDFനുള്ളത്. UDFന് 6. സ്വതന്ത്ര അംഗം വിൻസെന്റ് മേക്കുന്നേൽ UDFനൊപ്പം ചേർന്നതോടെയാണ് അംഗബലം തുല്യമായത്. KP ജെയിംസും വിൻസെന്റ് മേക്കുന്നേലുമായിരുന്നു പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ. ഇരുവർക്കും 7 വോട്ട് വീതം ലഭിച്ചതോടെയാണ് നറുക്കെടുപ്പ് അനിവാര്യമായത്. ഭാഗ്യം KP ജെയിംസിനൊപ്പമായിരുന്നു. ഉച്ചകഴിഞ്ഞാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. UDFനെ ഭാഗ്യം തുണച്ചാൽ 2 സ്ഥാനങ്ങളും 2 മുന്നണികൾക്കാകുകയും ഭരണപ്രതിസന്ധി ഉണ്ടാകുമെന്ന സ്ഥിതിയുമായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ്. നറുക്കെടുത്തപ്പോൾ അതും LDFന് തന്നെ. കോൺഗ്രസിലെ ജിജി മാത്യുവിനെതിരെ ലൂസി സന്തോഷിന് വിജയം. സുസ്ഥിര ഭരണം നടത്താൻ LDFന് കളമൊരുങ്ങുകയും ചെയ്തു. നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുമെന്ന് KP ജെയിംസ് പറഞ്ഞു. നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി, ഈ നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി വിനിയോഗിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വിവിധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരെ വിശദമായി ഞങ്ങൾ കൂടിയാലോചിച്ച് 14 പേരുമായി കൂടിയാലോചിച്ച് യാതൊരു വിവേചനവും ഇല്ലാതെ സത്യസന്ധതയോടെ വിൻസെന്റ് മേക്കുന്നേലിന് പ്രസിഡന്റ് സ്ഥാനം നൽകി ഭരണം നേടാൻ LDF ശ്രമിച്ചതാണ്. എന്നാൽ വിൻസെന്റ് വഴങ്ങിയില്ല. വിൻസെന്റിന്റെ തീരുമാനം LDFന് ഗുണകരമാവുകയും ചെയ്തു. 5 വർഷവും സുഗമമായി ഭരിക്കാൻ കഴിയുന്ന സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടു. കോതമംഗലം താലൂക്കിൽ സമ്പൂർണ്ണ പരാജയം എന്ന നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനും LDFനും CPMനും കഴിഞ്ഞിരിക്കുകയാണ്. മറ്റ് 9 പഞ്ചായത്തുകളിലും ഭരണം UDF ആണ് നേടിയിരിക്കുന്നത്. GTV ന്യൂസ്, പോത്താനിക്കാട്.